Nios കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ബിസിനസ് സ്റ്റഡീസിന്റെ 14ാമത്തെ ചാപ്റ്റർ നോക്കുന്നത് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ്, ഏകോപനവും നിയന്ത്രണവും. ഇതിനു മുമ്പ് നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്തപ്പോൾ അവിടെ നമ്മൾ ബിസിനസ് വ്യവസായത്തെ കുറിച്ച് പറഞ്ഞു, മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെ മാനേജ് ചെയ്യാന്ന് പഠിച്ചു. അതിൽ നമ്മൾ ഒരുപാട് പ്ലാനിങ് ഓഫ് മാനേജ്മെന്റ്, ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ്, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റിൽ തന്നെ ഒരു സെക്ഷൻ വന്നിട്ടുണ്ട് കോർഡിനേഷൻ ആൻഡ് കൺട്രോളിംഗ്. ഈ ഏകോപനം, ഈ കൺട്രോളിങ്ങും ഈ കോർഡിനേഷൻ ഒക്കെ ഒരു മാനേജറെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതന്നെ ഒരു പാടായിട്ട് ഇവിടെ വന്നു എന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിക്കാത്തൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, ഒക്കെ പഠിക്കണ കാര്യം തന്നെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വാട്ട് ഈസ് കോർഡിനേഷൻ, എന്താണ് കോർഡിനേഷൻ, എന്താണ് ഏകോപനം എന്നുള്ളതൊന്ന് നോക്കാം. ഒരു ഉദാഹരണം പറയണേ മക്കളെ, ബിസിനസ്, വ്യാപാരം, എന്ത് വ്യാപാരം ആയിക്കോട്ടെ, ആ വ്യാപാരം നല്ല രീതിയിൽ നടക്കാൻ പണ്ടുള്ള കാലം പോലെ അല്ല ഇപ്പൊ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് അല്ലെ, സാങ്കേതിക ശാസ്ത്ര വിദ്യകളൊക്കെ പുരോഗമിച്ചത് കൊണ്ട് തന്നെ യന്ത്രങ്ങൾ കൊണ്ടൊക്കെ ബിസിനസ്സുകൾ നടക്കുന്നുണ്ടല്ലേ. ഒരു ഫാക്ടറി, ഒരു മാനുഫാക്ചറിങ് ഫാക്ടറിയിൽ ഒരുപാട് 10-20 മെഷീൻ വർക്ക് ചെയ്യുക. ഈ 20 മെഷീൻ ഒരാളെ കൊണ്ടോ രണ്ടാളെ കൊണ്ടോ നോക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ടീമായിട്ട് തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരിക. പക്ഷെ ആ ടീമുകൾക്കൊക്കെ എന്ത് വേണം? കോർഡിനേഷൻ വേണം, ഏകോപനം വേണം. ഇല്ലെങ്കിൽ എന്താ അറിയോ, ആ മെഷീന് ഈ ഇത്ര സമയം കൊണ്ട് ഇത്ര പ്രൊഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിക്കണം, അതെത്തും. പക്ഷെ ഈ മെഷീനിൽ എത്തൂല. കാരണം എന്താ, ഇവിടെ എടുക്കുന്ന പണിയെടുക്കുന്ന ആളുകൾ എന്താവില്ല, അതില് ആ കോർഡിനേഷൻ ഉണ്ടാവില്ല, അവർക്ക് ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റൂല. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. വലിയ കമ്പനികളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എല്ലായിടത്തും പോയി നോക്കാൻ പറ്റുമോ? ഇല്ല. അതിനാണ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, മാനേജറൊക്കെ വെക്കുന്നത്, അതിന്റെ കീഴിൽ സൂപ്പർവൈസേഴ്സ് വെക്കുന്നത്, പിന്നെ എംപ്ലോയീസുകളെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മക്കളെ, ഏകോപിച്ച് കൊണ്ടുപോവുക, കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം വെരി എസെൻഷ്യൽ പാർട്ട് കോർഡിനേഷൻ. മാനേജിംഗ് സെക്ഷനുകളിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജർക്ക് വരേണ്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ക്വാളിറ്റി തന്നെയാണ് അതിന്റെ കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ ഏകോപിക്കണം. ഒരു ബിസിനസിന്റെ എത്ര സെക്ഷനുകൾ ആയിക്കോട്ടെ, എല്ലാ സെക്ഷനുകളെയും എങ്ങനെയാണെങ്കിലും അവരുടെ മാക്സിമം ചെറിയ സമയം കൊണ്ട് മാക്സിമം വർക്ക് ചെറിയ എക്സ്പെൻസിൽ നടത്താൻ ഒരു മാനേജർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു കോർഡിനേഷൻ, നല്ലൊരു ഏകോപനം ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ കൺട്രോളിങ്, ഈ കോർഡിനേഷൻ പറ്റി പറയുമ്പോഴും കൺട്രോളിങ്ങിനെ പറ്റി പറയുമ്പോഴും ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടും ഡിഫറെന്റ് ഒന്നല്ല, ഒക്കെ ഒന്ന് തന്നെ. കോർഡിനേഷൻ ഉണ്ടോ, ഏകോപിക്കണോ, അവിടെ നല്ല നിയന്ത്രണം വേണം, കൺട്രോളിങ് വേണം. സോ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ് ബോത്ത് ആർ സെയിം. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്യുക, ഒരു ഏകോപിച്ച് ഒരു സെക്ഷനിൽ നല്ല ഡെവലപ്മെന്റ് ആക്കി എടുക്കുക. കൺട്രോളിങ് എന്താ, ഇങ്ങനെ ഏകോപിപ്പിക്കുന്നത് നിയന്ത്രിക്കുക, ഇത്രേ ഉള്ളൂ. സോ കോർഡിനേഷനെയും കൺട്രോളിങ്ങിനെയും ഡിഫറൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം, വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്. അങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഈ ഒരു പാഠത്തിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ വരും. വാട്ട് ഈസ് കോർഡിനേഷൻ, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോർഡിനേഷൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോർഡിനേഷൻ. ഇങ്ങനെയൊക്കെയുള്ള കോർഡിനേഷൻ എന്താണെന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. അതേപോലെ വാട്ട് ഈസ് കൺട്രോളിങ്, എന്താണ് നിയന്ത്രണം, എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോളിങ്. ഈ രണ്ട് ചോദിച്ചാലും മക്കളെ നമ്മൾ എന്താ ചെയ്യുക, രണ്ടും മിക്സ് ചെയ്തിട്ട് അവിയൽ പോലെ ഒരു ആൻസർ എഴുതും. അത് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ,